മയക്കുമരുന്ന് വ്യാപനത്തിനെതിരായ ഓപ്പറേഷൻ തൂഫാൻ സംസ്ഥാനത്ത് യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ തുടരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് ഇക്കാര്യത്തിൽ ആരുടെയും ശുപാർശ കേൾക്കില്ലെന്നും മന്ത്രി ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാനിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ആംബുലൻസ് സർവീസിന്റെയും ഓൺലൈൻ ഫുഡ് ഡെലിവറി സംവിധാനങ്ങളുടെയും മറവിൽ മയക്കുമരുന്ന് വിതരണം നടക്കുന്നതായി പരാതിയുണ്ടെന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടർന്നാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി. ഈ മാസം 26-ന് എല്ലാ മണ്ഡലങ്ങളിലും MLA-മാരുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്നലെ ഞാൻ കോഴിക്കോട് വെച്ച് പറഞ്ഞത് ആംബുലൻസ് രോഗിയില്ല, അധികം ശബ്ദം മുഴക്കി പോവാണ്. പല ആംബുലൻസിലും ഇത് ഡ്രൈവർമാർ മയക്കുമരുന്ന് വിൽക്കാൻ അത് പ്രേരിപ്പിക്കുന്നതിനുള്ള പരാതി വന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് കൊണ്ടുവരുന്നവരുണ്ടല്ലോ, ആളുകൾ ഈ ഓൺലൈനിലൂടെ വിളിച്ചു പറഞ്ഞ ഫുഡ് കൊണ്ടുവരുന്നത്, അവരെയും സ്വിഗ്ഗി സൊമാറ്റോ തുടങ്ങിയ സ്ഥാപനം, അവരെ പറ്റിയും പരാതി വരുന്നുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത് മുന്നറിയിപ്പാണ്, ഈ പരിപാടി അവസാനിപ്പിക്കുന്നത്. കൂടാതെ ആലപ്പുഴയ്ക്ക് ബജറ്റിൽ മികച്ച പരിഗണന ലഭിച്ചുവെന്ന് മന്ത്രി പറഞ്ഞു. കയർ മേഖലയ്ക്കായി 157 കോടി രൂപ വകയിരുത്തിയതായും തൊഴിലാളികളുടെ ശമ്പള വർധന ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രായോഗിക തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നും വ്യക്തമാക്കി. ഇത്തവണ 157 കോടി രൂപയാണ് കയറിന് വേണ്ടി ആകെ മൊത്തത്തിൽ ബഡ്ജറ്റിൽ വിവിധ ഹെഡുകളിലായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടുതൽ വേണമെന്നുള്ള ആഗ്രഹം നമുക്കുണ്ടായി. ഞാനിത് കയർ വകുപ്പിൻ്റെ കൂടെ ചുമതല ഏറ്റെടുത്ത ശേഷം ആദ്യം കയർ കോർപ്പറേഷൻ, കയർ ബോർഡ്, കയർ കോർപ്പറേഷൻ, കയർ ഫണ്ട്, കയർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, അതോടൊപ്പം തന്നെ കയർ മെഷീനറി മാനുഫാക്ചറിങ്, അവരുടെ MD-മാരുടെ യോഗം ഞാൻ വിളിച്ചു.